ദിലീപ് കേസിന്റെ പിന്നാലെയാണ് എല്ലാവരും. ദിലീപിനെ വെറുതെ വിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാഗ്യലക്ഷ്മി അടക്കം രംഗത്ത് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതിനിടയ്ക്കാണ് ഞാൻ താങ്കൾക്ക് റിനി ആൻഡ് ജോർജ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയ റിനി ആൻഡ് ജോർജ് ഈ അടുത്ത സമയത്ത് കൊടുത്ത ഈ ഒരു ഇന്റർവ്യൂ അയച്ചു തന്നത്. താങ്കൾ അത് കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. സത്യത്തിൽ അങ്ങനെയാണോ ഈ ഹോട്ടലിൽ കയറുമ്പോൾ പുരുഷന്മാരുടെ, അതായത് സ്ത്രീയും പുരുഷനും ഹോട്ടൽ മുറിയിലേക്ക് കയറുമ്പോൾ പുരുഷന്റെ സ്വഭാവം സ്വാഭാവികമായും മാറുമോ? സ്ത്രീ ഒരു കിസ്സും ഹഗ്ഗിങ്ങും മാത്രം ആഗ്രഹിച്ചു പോകുമ്പോൾ പുരുഷൻ അതിൽ കൂടുതൽ ആഗ്രഹിക്കുന്നു എന്നാണ് റിനി പറയുന്നത്. തങ്ങളുടെ സമ്മതം പോലും ഇല്ലാതെ പിന്നെ അവിടെ നടക്കുന്നതെന്നും തങ്ങൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് എന്നാണ് റിനി പറയുന്നത്. സത്യത്തിൽ അത്ര ഭീകരന്മാരാണോ ഈ പുരുഷന്മാർ? ഈ ഈ പെൺകുട്ടിയുടെ ഓരോരോ ഡയലോഗുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തമാശയായിട്ട് തോന്നും. ഈ ഇവിടെ കിസ് ചെയ്യാനും ഹഗ് ചെയ്യാനും ഒക്കെ ഇവിടെ നമ്മൾ ബസ് സ്റ്റാൻഡിലും പാർക്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ അതാണ് അവിടെ നടക്കുന്നത് കാണുന്നത്. റൂമിൽ കൊണ്ടുപോകുന്നത് എന്തിനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ റൂമിൽ ഒരു പുരുഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഒരു കൂസലും ഇല്ലാതെ പോകുന്ന പെൺകുട്ടികളെയാണ് നമ്മൾ കാണുന്നത്. അതില് റിനിയെ പോലുള്ളവരാണ് കേട്ടോ, എല്ലാവരും അല്ല, ഈ റിനിയെ പോലുള്ളവരാണ്. ഏതെങ്കിലും ഒരു പുരുഷൻ വിളിച്ചു കഴിഞ്ഞാൽ അവന്റെ പുറകെ പോവുക. അത് മാത്രവുമല്ല, അവിടെ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇയാൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുക. അത് നവമാധ്യമങ്ങളിൽ കൂടിയും മുഖ്യധാര മാധ്യമങ്ങളിൽ കൂടിയും എപ്പിസോഡായിട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ പെൺകുട്ടികൾ ഈ നമ്മുടെ നല്ല സ്ത്രീകൾക്ക് തന്നെ അപമാനമല്ലേ ഈ റിനി ഈ അപമാനം എന്താ പറയാ, ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് സാധാരണ സ്ത്രീകളുടെ അവരുടെ സ്വഭാവ ദൂഷ്യത്തെയാണ് കാണിക്കുന്നത്. അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. കാരണം ഈ പെൺകുട്ടി പറയുകയാണ് ഒരു റൂമിൽ കയറുമ്പോൾ കിസ് ചെയ്യാനും ഹഗ് ചെയ്യാനും വേണ്ടിയിട്ടാണെന്ന്. ഇത് എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത്? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. കാരണം നമ്മൾ പുരുഷന്മാരെ അത്ര വലിയ ഭീകരന്മാരെന്നല്ല. ഒരു റൂമിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് എന്താ പറയാ, പുറത്തുള്ളൊരു സ്ത്രീ ആണെങ്കിൽ അവർ തമ്മിൽ പരസ്പര ധാരണയോടുകൂടി തന്നെ ആയിരിക്കുമല്ലോ പോകുന്നത്. മൗനം സമ്മതമായിട്ടായിരിക്കും പോകുന്നത് ഒരുപക്ഷെ. ഇപ്പൊ കാര്യം പെൺകുട്ടികൾ അങ്ങനെ തുറന്ന് ചിലപ്പോൾ പറയാറില്ല. ആ നിലയിലോട്ട് കൊണ്ട് എത്തിച്ചിട്ട് അവര് ഇന്നതാണ് സംഭവം എന്ന് പറയാറില്ല. ഇതെല്ലാം കുറച്ച് കഴപ്പ്, ഇതെല്ലാം വാക്ക് വേറെയാണ് എനിക്ക് വരുന്നത്. അതൊന്നും പറയാതെയാണ് ഞാൻ പറയുന്നത്. റിനിക്കൊക്കെ യഥാർത്ഥത്തിൽ കഴപ്പ് മൂത്ത് നടക്കുകയാണ്. അതുകൊണ്ടാണ് ഓരോ പുരുഷന്മാരെ കാണുമ്പോഴും ഹഗ് ചെയ്യാനും കിസ് ചെയ്യണമെന്നൊക്കെ തോന്നുന്നത്. പക്ഷെ ഞങ്ങൾക്കൊന്നും അങ്ങനെ തോന്നാറില്ല. തോന്നിയാൽ അത് നമ്മൾ എന്താ പറയാ, അത് കൺട്രോൾ ചെയ്യാനും കൂടി പഠിക്കണം. അല്ലാതെ ഏതൊരു പുരുഷനെ കണ്ടാലും റിനിയെ പോലുള്ള സ്ത്രീകൾ അവരെ കെട്ടിപ്പിടിക്കണം, ഹഗ് ചെയ്യണം, ചുംബിക്കണം എന്നൊക്കെ പറയുന്നത് തരം താഴ്ന്ന പരിപാടിയാണ്. അതിനാണ് വിവാഹം കഴിക്കണമെന്ന് പറയുന്നത്. വിവാഹം കഴിച്ച് ഒരു പുരുഷനോടൊപ്പം അപ്പോൾ അയാളോടാവാമല്ലോ. ഇത് ഒരാൾ പോരാ, ഒരുപാട് പേര് വേണം എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് സ്ത്രീകൾക്ക്, ഒരു വിഭാഗം ഇവരെ പോലുള്ള സ്ത്രീകൾക്ക് വിവാഹം കഴിക്കാതെ ഇങ്ങനെ കാണുന്ന പുരുഷന്മാരെ എല്ലാം ഹഗ് ചെയ്യാനും കിസ് ചെയ്യാനും അതിനപ്പുറം ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഒരു കണക്ക് ഈയിടയ്ക്ക് വന്നിട്ടുണ്ട്. 18-നും 24 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികൾ മാത്രമല്ല, സ്വാഭാവികമായിട്ട് ആണുങ്ങൾക്കും ഉണ്ടാവും. പെൺകുട്ടികളുടെ കണക്കാണ് പറയുന്നത്. എയ്ഡ്സ് രോഗം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഈ പ്രായത്തിലുള്ളവർക്ക് അബോർഷൻ കൂടുതലാണ്. അബോർഷൻ ഒരു എന്താ പറയാ, ഒറ്റ ദിവസത്തെ പരിപാടി എന്നാണ് പറയുന്നത്. എറണാകുളമാണ് കൂടുതൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ പെൺകുട്ടികളെല്ലാം എന്താ പറയാ, വിവാഹം കഴിക്കാതെ തന്നെ ഗർഭം ധരിക്കുന്നു, അത് അബോർഷൻ നടത്തുന്നു, കുഞ്ഞുങ്ങളെ കൊല്ലുന്ന പരിപാടിയാണ്. കൊലക്കേസ് എടുക്കേണ്ട കേസുകളാണ്. പക്ഷെ നമ്മുടെ നിയമം ഇപ്പോ എന്താ പറയാ, ഫെമിനിസ്റ്റുകൾ കാരണം നിയമങ്ങൾ സ്ത്രീപക്ഷ നിലയിലോട്ട് വരുന്നതിന്റെ ഒരു ഭാവമാണ്. അതിന്റെ ഒരു കുഴപ്പം കൂടിയുണ്ട്, ദൂഷ്യവശവും കൂടിയുണ്ട്. അപ്പൊ ഇതൊക്കെ ഭാവിയിൽ പെൺകുട്ടികളുടെ തന്നെ അവർക്ക് തന്നെ പ്രശ്നമുള്ളതാണ്. കാര്യം ഇതൊക്കെ അബോർഷനൊക്കെ നടത്തി കഴിഞ്ഞാൽ അത് റെസ്റ്റ് വേണം, പിന്നെ അതിനുള്ള എന്താ പറയാ അതിന്റെ മെഡിസിനൊക്കെ എടുക്കേണ്ടി വരും. അപ്പൊ ഇതൊന്നും ഇല്ലാതെ അവർ ഒറ്റ ദിവസം കൊണ്ടങ്ങ് കാര്യം നടത്തിയിട്ട് പോവുകയാണ്. ഇത് നമ്മുടെ സമൂഹത്തിന് തന്നെ നാശമാണ് പോകുന്നത്, നാശത്തിലോട്ടാണ് പോകുന്നത്. കേരളത്തിലാണ് പാശ്ചാത്യ സംസ്കാരം കേരളത്തിലോട്ട് കൊണ്ടുവരുന്നതിന്റെ ഭാഗമാണ്. കാര്യം അല്ല. അതുപോലെ തന്നെ ഇപ്പൊ ദിലീപിന്റെ കാര്യം പറഞ്ഞു. ദിലീപിന്റെ നമ്മുടെ ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഇവിടെ വെള്ളയമ്പലം മാനവീയം റോഡിലൊരു പ്രതിഷേധം അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് ഒരു ധർണയൊക്കെ നടത്തി. പക്ഷെ ആരും ഇല്ലായിരുന്നു അവിടെ. ആകെപ്പാടെ 10 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് അവരുടെ തന്നെ ആൾക്കാരാണ്. അവിടെ നിന്ന് അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് അവര് കരഞ്ഞു വിലപിക്കുകയല്ല ചെയ്തത്, അവിടെ ചിരിച്ച് സെൽഫി എടുത്തിട്ടാണ് പോയത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുപോലുള്ള ഫെമിനിസ്റ്റുകളാണ്
ഇന്നത്തെ തലമുറ റിനിയെ പോലുള്ളവരെ ഈ നാശത്തിലേക്ക് നയിക്കുന്നതും ഇവർക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുകയും സമൂഹത്തിൽ മോശം അവസ്ഥയിലോട്ട് വരുന്നതിന്റെ കാരണം ഇന്നത്തെ പുതു തലമുറയാണ്. ഇവരെയൊക്കെ യഥാർത്ഥം പറഞ്ഞാല് രാഹുൽ ഈശ്വരനെ അല്ല പിടിച്ച് അകത്തിടേണ്ടത്, ഇതുപോലെ റിനിയെ പോലുള്ളവരെ പിടിച്ച് ജയിലിനകത്തിടണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഈ ഇത്തരത്തിൽ ഇപ്പോ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഈ സ്ത്രീപക്ഷം വാദികളൊക്കെ ദിലീപിനെ തൂക്കിക്കൊന്നില്ല, ദിലീപിനെ ജയിലിലിട്ടില്ല എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഒക്കെ പറയുന്നത് ദിലീപിനെ ഒന്നാം പ്രതി പൾസർ സുനിയെ ശിക്ഷിച്ചിട്ട് ഇവർക്ക് പൾസർ സുനിയെ വെറുതെ വിട്ടാലും കുഴപ്പമില്ല, പക്ഷെ ദിലീപിനെ അകത്താക്കണം, ഇങ്ങനെ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ ദിലീപ് വിഷയത്തിൽ മെൻസ് അസോസിയേഷൻ എന്ത് നിലപാടാണ് എടുക്കുന്നത്? സ്വാഭാവികമായും ദിലീപിനോടൊപ്പം ആയിരിക്കും, എങ്കിൽ പോലും. തീർച്ചയായിട്ടും ഞാൻ ഉടനെ തന്നെ ദിലീപിനെ നേരിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് എന്ന് പറഞ്ഞാല് മാർട്ടിന്റെ ഒരു വീഡിയോ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ജയിലിൽ പോകുന്നതിന് മുൻപ് പുള്ളിക്കാരൻ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ അതിൽ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഞാനത് ഞെട്ടലോട് കൂടിയിട്ടാണ് കേട്ടത്. എന്ന് പറഞ്ഞാല് ഇവർ തന്നെ ഒരു കളം ഒരുക്കി എന്നുള്ളതാണ്. ലാലും ഈ അതിജീവിത എന്ന് പറയുന്ന നടിയും മറ്റു ചിലരുമായിട്ട് മഞ്ജു വാര്യർ, അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒരു ട്രാപ്പിലാക്കി ദിലീപിനെ തകർക്കുവാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വീഡിയോ. പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നടന്ന കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. കാര്യം ഈ ഡ്രൈവറാണ് പറയുന്നത് അവർ വേറെ എവിടെയൊക്കെ പോയി എന്നും പലരെയും കണ്ടു, എന്താ പറയുക, പാഴ്സൽ കൊടുത്തു, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോ ഇവിടെ ദിലീപിനെ കുരുക്കി ജയിലിനകത്ത് ഇടുക എന്ന് പറഞ്ഞാൽ ഈ 6 പ്രതികളെയും വെറുതെ വിട്ടാലും കുഴപ്പമില്ല, ദിലീപിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരുന്നുവെങ്കിൽ ഇവർക്കെല്ലാം സമാധാനമായേനെ. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇവിടെ നീതിപൂർവമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് ആ വിഷയത്തിൽ നടന്നിട്ടുള്ളത്. കാര്യം ഇനിയിപ്പോ ഇവർ പറയുന്നത് മേൽക്കോടതി പോയി കഴിഞ്ഞാൽ ദിലീപിനെ അകത്തിടും എന്നാണ് പറയുന്നത്. ഈ സുപ്രീം കോടതിയിൽ പോയാൽ പോലും ഇവര് പറയുന്ന രീതിയിൽ ഇവർക്ക് നീതി കിട്ടില്ല. കാര്യം ഇവര് പറയുന്ന രീതി ദിലീപിനെ തൂക്കിക്കൊല്ലണം, മറ്റവരെ പുറത്ത് വിട്ടാലും വിഷയമല്ല. 1 മുതൽ 20 വർഷം ഇത് ശിക്ഷിച്ചിരിക്കുന്നത്. അത് നമ്മൾ കണ്ണടയ്ക്കാൻ പാടില്ല. ഒരു ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ തന്നെ ഒരാളുടെ കൊന്നാലൊക്കെ തന്നെ യഥാർത്ഥം പറഞ്ഞാൽ ജീവപര്യന്തം കിട്ടുള്ളൂ. അത് 14 വർഷമാണ്. ഇവിടെ 20 വർഷം കൊടുത്തിരിക്കുകയാണ് ഓരോരുത്തർക്കും. അപ്പോൾ ആ മാർട്ടിന്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാല് പെട്ടുപോയതാണ്. അവർ ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ലാത്തവര് പെട്ടുപോയതാണ്. അപ്പൊ അവർക്ക് പോലും എന്താ പറയാ പുറത്തു വിടാതെ ഈ 6 പേരെയും ശിക്ഷിച്ചിരിക്കുകയാണ്. ആ കാറിലുണ്ടായിരുന്ന 6 പേര്. അപ്പോ ഈ പൾസർ സുനിയ ഞാൻ പറയാം, ഒരു നുണ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അതാണ് ചെയ്യേണ്ടത്. അത് ഈ അതിജീവിതയായാലും ലാലിനെ ആയാലും, കാര്യം ലാലിന്റെ വീട്ടിൽ തന്നെ പോകണമെന്ന് പറയുക, പിന്നീട് നടന്ന MLA വിളിച്ചു വരുത്തുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത് ഒരു നുണ പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രതിയാണല്ലോ ഇപ്പൊ പൾസർ സുനിയെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മതിയല്ലോ. ഇവിടെ ജയിലിൽ നിന്ന് പൾസർ സുനി ഇറങ്ങിയിട്ട് ആഡംബര കാറിലല്ലേ സഞ്ചരിച്ചത്? ഇതിന് എവിടെന്നാ കാശ്? എന്തായാലും ദിലീപ് കൊടുക്കില്ല എന്നറിയാം. ദിലീപ് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിലീപ് ഒരിക്കലും ഇതിനുവേണ്ടി പൈസ ഇറക്കാനോ അല്ലെങ്കിൽ അയാളെ സംരക്ഷിക്കുവാനോ ഒന്നിനും നിൽക്കില്ല. അപ്പോൾ ഇതാരാണ് ഇത്രയും കാശ് കൊടുത്തത് എന്ന് ആലോചിക്കണ്ടേ? കാര്യം അയാളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംഘടന, ഞാനവിടെ പോയില്ല, പക്ഷെ ഞങ്ങളുടെ സംഘടനയിലുള്ളവര് അയാളുടെ വീട്ടിൽ പോയിരുന്നു. അപ്പൊ ആ അമ്മയൊക്കെ കണ്ടു, പെങ്ങളുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ അവർ സാമ്പത്തികപരമായിട്ടൊന്നും ഉള്ളവരല്ല. അപ്പൊ എങ്ങനെയാണ് ഇദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇത്രയും ലക്ഷക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടായത്? കാറ്, ലക്ഷങ്ങൾ വിലയുള്ള കാറ്, പിന്നെ അതുപോലെ തന്നെ മറ്റു ദൂർത്തുകൾ എല്ലാ രീതിയിലും. അപ്പോൾ ഇതിന്റെ പിന്നാമ്പുറത്ത് ആരൊക്കെയാണ് എന്നുള്ള കാര്യം ഇയാൾ പുറത്തു പറയാൻ പാടില്ലല്ലോ. ഈ അതിജീവിതയുടെ പേരോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പേരോ പറയാൻ പാടില്ല. ഒൺലി ദിലീപിന്റെ പേര് മാത്രം പറയുക. അങ്ങനെ ഒരു അജണ്ടയിലാണല്ലോ പൾസർ സുനി നടന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണം, അല്ലെങ്കിൽ നുണപരിശോധനയ്ക്ക് അതിനുള്ള സാധ്യത ഇവിടെ ഉണ്ടല്ലോ. എന്തുകൊണ്ട് പോലീസ് അത് ചെയ്തില്ല? അത് മാത്രമല്ല, ഇപ്പോ പൾസർ സുനി 6 പ്രാവശ്യം ഒരു ശ്രീലക്ഷ്മിയെ വിളിച്ചു എന്ന് പറയുന്നു. അതിപ്പോ വന്നതാണ്. അപ്പൊ ഈ ശ്രീലക്ഷ്മിയുടെ കേസ് നേരെ വണ്ണം അന്വേഷിച്ചിട്ടില്ല. അവരുടെ ഒരു ഫോൺ എടുത്തുകൊണ്ട് പോയെന്ന് പറയുന്നു പോലീസ് ഇതുവരെ ഫോൺ കൊടുത്തിട്ടില്ല. അപ്പം പോലീസ് ഇതിന്റെ പുറകിൽ ഒരുപാട് എന്താ പറയാ കടത്തുകൾ നടത്തി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, വളരെ നന്ദി. ഓക്കെ.